ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. മല്ലുബായ് ഫുഡ്സിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗൈസ്, ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എത്ര എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു പരിപ്പ് കൊണ്ടൊരു സൂപ്പ് ഉണ്ടാക്കുന്നതാണ്. അതിന് നമുക്ക് ആവശ്യമുള്ളത് ചുവന്ന പരിപ്പ് 500 ഗ്രാം, ഒരു 300 ഗ്രാം ഉള്ളി, 50 ഗ്രാം ഗാർലിക്ക്, 150 ഗ്രാം പൊട്ടാറ്റോ, 150 ഗ്രാം ക്യാരറ്റ്, പിന്നെ സാലറി ലീഫ് ഒരു 100 ഗ്രാം, അതുപോലെ തന്നെ ലൈക്കിൻ്റെ ലീഫും കൂടെ ഒരു 100 ഗ്രാം. ലൈക്കും സാലറിയും ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഒരു 50 ഗ്രാം ബട്ടർ നമ്മൾ ഒരു പാനിലേക്ക് ചൂടാക്കി അതിലേക്ക് 2 ബൈ ലീഫ് ഇട്ടിട്ട് മൂർത്ത് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം വെട്ടി വെച്ച ഉള്ളി, പിന്നെ 1 ടീസ്പൂണ് ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളകിൻ്റെ പൊടി, ഇതൊക്കെ ഇട്ടൊന്ന് വഴറ്റി നല്ലൊന്ന് സ്മെല്ല് വരുന്ന സമയത്ത് നമ്മളതിലേക്ക് വെട്ടി വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിളും ഒന്നിച്ചിടുക. അപ്പോൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കുറച്ച് ആദ്യം ഇടുക. അതൊന്ന് മൂത്തൊന്ന് ഏകദേശം ഒരു വേവാകുന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ള സാലറിയും ലൈക്കും കൂടി നമ്മൾ അതിലേക്ക് ഇടുക. സാലറി ലൈക്കും ഓപ്ഷനിലാണ്, അതുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇട്ടാൽ ഒരു നല്ലൊരു സ്മെല്ലുണ്ടാവും. അപ്പം നമ്മളിത് നല്ല ശരിക്കൊന്ന് ഇളക്കി ഒരു ചെറിയ വേവാകുന്ന സമയത്ത് നമ്മൾ ആദ്യം കുതിർത്തി വെച്ചിരിക്കുന്ന ചുവന്ന പരിപ്പും കൂടെ നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് നല്ല ശരിക്കൊന്ന് വേവിക്കുക. ഒരു ചെറുനാരങ്ങ മുറിക്കാതെ തന്നെ ഓൾസ് ഇട്ടിട്ട് നമ്മൾ അതിനെ ഈ വെള്ളത്തിലേക്ക് നമ്മളിട്ട് തിളപ്പിക്കുക. തിളച്ച് ഏകദേശം പരിപ്പൊക്കെ നല്ല ശരിക്കും വെന്തതിന് ശേഷം ഈ ബൈ ലീഫും ചെറുനാരങ്ങ ഒന്ന് ചെറുതായി ഒന്ന് നീര് അതിൻ്റെ അകത്തേക്ക് പോകുന്ന രീതിയിലൊന്ന് അമർത്തിയിട്ട് നമ്മൾ ചെറുനാരങ്ങ എടുത്ത് ഒഴിവാക്കുക. ബൈ ലീഫ് എടുത്ത് ഒഴിവാക്കിയതിന് ശേഷം നമ്മളൊരു ജ്യൂസ് മെഷീനിലോ ഇല്ലെങ്കിൽ ഇതുപോലെ ഹാൻഡ് മിക്സറിലോ നമ്മൾ ശരിക്കും അത് അരച്ചെടുത്തതിന് ശേഷം ഒന്നും കൂടി നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വരുന്ന ചെറിയ പദം എടുത്ത് ഒഴിവാക്കിയതിന് ശേഷം നമുക്കിത് സർവ് ചെയ്യാവുന്നതാണ്. ഉപ്പ് നമ്മൾ ആവശ്യമുള്ളത് നോക്കിയിട്ട് ഉപ്പും കുരുമുളകിൻ്റെ പൊടിയും നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് നോക്കാം. അതിന് ഗാർണിഷ് ചെയ്യാനുമ്പോഴേക്ക് ഞാനിവിടെ ഒരു കുബൂസ് എടുത്തിട്ടുണ്ട്. ഈ കുബൂസ് ഇതുപോലെ നൈസായിട്ട് വെട്ടിയതിന് ശേഷം നമ്മൾ ഇതുപോലെ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്ത് അതിൻ്റെ മുകളിൽ നമുക്ക് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും നമസ്കാരം. ബൈ.